കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ വൻ പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോവുകയാണ്. വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു കൂട്ടം പാർട്ടി പ്രവർത്തകർ മുൻപോട്ടിറങ്ങിയ സാഹചര്യത്തിൽ പൊതുജനത്തിന്റെ വികാരം അത് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം എന്നുള്ള സന്ദേശം ഡൽഹിയിലേക്ക് എത്തിച്ച് സാധ്യതകൾ സജീവമായി നിലനിർത്തുവാൻ സതീശൻ ക്യാമ്പുകൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ കാര്യമായിട്ട് ചലനമൊന്നും അത് ഹൈക്കമാൻഡിൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു നിർഭാഗ്യകരമായ വസ്തുത. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ പ്രമുഖരായ 3 നേതാക്കന്മാരെയും ഡൽഹിയിലേക്ക് വിളിച്ചുകൂട്ടി ആ ചർച്ചകൾ കഴിഞ്ഞ് 3 പേരും കൂടി പുറത്തിറങ്ങി വന്ന് ഒരുമിച്ച് പറഞ്ഞത് പോസ്റ്ററുകൾ കീറാൻ പാടില്ല, പുതിയ പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെക്കാൻ പാടില്ല, അനാവശ്യമായിട്ട് കലാപം സൃഷ്ടിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനം. ബാക്കിയുള്ളതൊക്കെ ഹൈക്കമാൻഡ് പിന്നാലെ പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശനെതിരായി പുതിയ ഫ്ലെക്സ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സതീശനെതിരായി പ്രധാനപ്പെട്ട 2 കുറ്റപത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലഘട്ടത്തിൽ നടത്തിയത് തീവെട്ടിക്കൊള്ളയായിരുന്നു എന്ന് സതീശൻ പറഞ്ഞു എന്നാണ്. രണ്ടാമത്തെ കുറ്റപത്രം രാഹുൽ ഗാന്ധി വിലക്കി മാറ്റി നിർത്തിയ അദാനി ഗ്രൂപ്പുമായി എന്തിന് വി.ഡി. സതീശൻ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി പോയി എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വി.ഡി. സതീശനെതിരെ ഒരു കുറ്റപത്രം തയ്യാറായിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ക്യാബിനറ്റ് തീവെട്ടിക്കൊള്ളയായിരുന്നു എന്ന് ടെലിവിഷൻ ചാനലിൽ പറഞ്ഞത് ആര് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ചോദ്യം. ഇപ്പോൾ കോഴിക്കോട്ടെ ചോദ്യം, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിലക്കിയ അദാനി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് പ്രസിഡന്റുമായിട്ട് വി.ഡി. സതീശൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് കോഴിക്കോട് ഉയരുന്ന പോസ്റ്ററിൽ പറയുന്നത്. സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനേക്കാൾ ഉപരി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു കൂട്ടം ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ആൾക്കാർ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളായിരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതായത് കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ പൊട്ടിത്തെറികൾക്കും ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തീരാ കളങ്കവും നഷ്ടവും സംഭവിക്കുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രവചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിന്റെ ഫൈനൽ വിധി പ്രഖ്യാപനം കേൾക്കുവാൻ വേണ്ടി കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും മുഖ്യമന്ത്രി പദം ഇല്ലാതെ മറ്റൊന്നുകൊണ്ടും തൃപ്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു പക്ഷേ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിധി നാളെ ഹൈക്കമാൻഡ് പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് പറയുവാൻ പോകുന്ന വിധി എന്താണ് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുവാൻ പോകുന്നത് കെ.സി. വേണുഗോപാലായിരിക്കും. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങി വന്ന 3 നേതാക്കന്മാരുടെയും ശരീരഭാഷയിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുവാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി പല ഘട്ടങ്ങൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം മന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ്. വിവിധ വകുപ്പുകൾക്ക് വേണ്ടി താഴേക്കിടയിലുള്ള നേതാക്കന്മാരുടെ അടികൂടലും ഘടകകക്ഷികളുടെ മീശപിരിക്കലും ഒക്കെയാണ് കാണുവാൻ പോകുന്നത്. ഇതിനെയെല്ലാം യാതൊരു ഉളുപ്പും കൂടാതെ ഉൾപാർട്ടി ജനാധിപത്യമെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നുമൊക്കെ വിശേഷിപ്പിക്കുവാൻ അമ്മാതിരി തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മലർന്നു കിടന്ന് തുപ്പുന്ന ഏറ്റവും അപഹാസ്യമായ നടപടികളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറച്ചിലുകളും ട്രോളുകളും ആക്ഷേപഹാസ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പ്രവഹിക്കുമ്പോൾ UDF-ലെ നേതാക്കന്മാർ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത് ഉൾപാർട്ടി ജനാധിപത്യം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. CPM-ൽ ഇത് നടക്കില്ല, അവിടെ ഏകാധിപത്യമാണ്. BJP-യിലും നടക്കില്ല, അവിടെയും നടക്കുന്നത് ഏകാധിപത്യം തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ മഹത്വമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് പറഞ്ഞാണ് പല പ്രധാന നേതാക്കന്മാരും തടി തപ്പുന്നത്. പക്ഷെ ഈ അഭിപ്രായം പറയുന്നവർക്കൊക്കെ അടുത്തൊരു ഘട്ടത്തിൽ ജനത്തിന്റെ മുമ്പിൽ എന്തു പറഞ്ഞ് തടി തപ്പാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായി തലപുകച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം അമ്മാതിരി കലാപങ്ങളാണ് ഇനി കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരുടെ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതായത് കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കുവാൻ പോകുന്ന ഒരു വമ്പൻ അട്ടിമറിക്കുള്ള പദ്ധതികൾ അവിടെ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചപ്പോൾ കോൺഗ്രസിന്റെ മാത്രമല്ല UDF-ന്റെ മൊത്തത്തിലുള്ള ഗംഭീര വിജയത്തിന്റെ യഥാർത്ഥ അണിയറ ശില്പി അത് വി.ഡി. സതീശൻ തന്നെയാണ് എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മുൻപിൽ നിന്ന് കോൺഗ്രസിനെ നയിക്കുകയും ചെയ്ത വി.ഡി. സതീശൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ വിജയം അക്ഷരാർത്ഥത്തിൽ അവരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ അവസാന നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർഹതയ്ക്കുള്ള അംഗീകാരം സതീശന് നൽകാതെ ഡൽഹിയിൽ നിന്നും കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കുവാൻ ശ്രമിക്കുമ്പോൾ അതൊരു കാരണവശാലും പൊറുക്കുവാൻ കഴിയുന്ന ഒരു പാതകമല്ല എന്ന് തന്നെയാണ് സതീശന്റെ ക്യാമ്പുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും കാര്യങ്ങൾ കെ.സിക്ക് അനുകൂലമായി തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വരുവാൻ പോകുന്നത് കെ.സി. വേണുഗോപാൽ തന്നെയാണ് എന്ന് ഏകദേശം ആൾക്കാരെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ മസിൽ പിടിക്കുവാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഈ പോരാട്ടത്തിൽ നിന്നും സതീശൻ പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം കെ.സി. വേണുഗോപാലിന്റെ മുൻപിൽ സതീശൻ ഒടുവിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അടുത്ത ദിവസങ്ങൾ തൊട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ഒറ്റക്കെട്ടാണെന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ താൻ അംഗീകരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് സതീശൻ കെ.സിക്ക് വഴിമാറിക്കൊടുക്കുന്ന കാഴ്ച അടുത്ത ദിവസം നമ്മൾ കാണും. പക്ഷേ പുലി പതുങ്ങുന്നത് ഒളിക്കുവാൻ വേണ്ടിയല്ല, കുതിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ വി.ഡി. സതീശൻ പിന്മാറുന്നത് പരാജിതനായിട്ടല്ല, പകരം പകയുടെ തീക്കനൽ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അടുത്തൊരു കളിക്ക് വേണ്ടി നിശബ്ദമായി അംഗം കുറിച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിന്റെ മുൻപിൽ വലിയൊരു കെണിയാണ് ഇനി വെക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ വെച്ച് AICC നിരീക്ഷകർ 63 കോൺഗ്രസ് MLA-മാരുമായി നടത്തിയ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ കെ.സിക്ക് അനുകൂലമായിട്ടാണ് മാറിയത്. മലബാറിൽ നിന്നുള്ള ഭൂരിഭാഗം കോൺഗ്രസ് MLA-മാരും കെ.സി. വേണുഗോപാലിന്റെ പിൻപിൽ അണിനിരന്നു. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ രേഖാമൂലം കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകുകയും ചെയ്തു. ഇതോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള പൂർണ്ണ ചുമതല ഹൈക്കമാൻഡിന് വിട്ടുകൊണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി പ്രമേയം പാസാക്കി. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സതീശൻ വാശി പിടിച്ചാൽ എന്താകും സംഭവിക്കുക? അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് സതീശന് നന്നായിട്ടറിയാം. UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ പിന്തുണച്ചുവെങ്കിലും കോൺഗ്രസിനകത്തെ ഭൂരിപക്ഷം MLA-മാരും ഇപ്പോൾ കെ.സിക്കൊപ്പമാണ്. ഇതിനിടയിൽ ഞാൻ പാർട്ടിയിലെ സീനിയറാണ്, മുഖ്യമന്ത്രി പദം എനിക്ക് അർഹതപ്പെട്ടതാണ്, അത് ഇപ്പോൾ ലഭിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും അതിനൊരു അവസരം ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും കട്ടയ്ക്ക് കുതിക്കുകയാണ്. പക്ഷേ ചെന്നിത്തലയെ കാര്യമായി ആരും പരിഗണിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി കലാപക്കൊടി ഉയർത്തുവാൻ ആരും മുൻപോട്ട് വരികയോ ചെയ്യാത്തതുകൊണ്ട് അതൊരു വലിയ വാർത്തയായി പരിണമിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശന്റെ ഗ്രൂപ്പിന്റെ പ്ലാൻ വളരെ കൃത്യമാണ്. തൽക്കാലത്തേക്ക് ശാന്തമാവുക, വിട്ടുകൊടുക്കുക. അങ്ങനെ പിന്മാറുമ്പോൾ 100% അർഹതയുണ്ടായിട്ടും പാർട്ടിയിലെ ഐക്യം സംരക്ഷിക്കുവാൻ താൻ പിന്മാറുന്നു എന്നുള്ള സന്ദേശം നൽകിയ സതീശൻ ജനങ്ങൾക്കിടയിൽ ഒരു രക്തസാക്ഷി പരിവേഷം ലഭിച്ച് കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന ഒരു നേതാവായി പരിഗണിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുവാൻ രാപ്പകലില്ലാതെ ഓടി നടന്ന് അധ്വാനിച്ച തങ്ങളുടെ നേതാവിനെ കറിവേപ്പില പോലെ അവസാന നിമിഷം വലിച്ചെറിയുകയും ഒടുവിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന സ്ഥിതിവിശേഷം സംജാതമാക്കുകയും ചെയ്ത ഹൈക്കമാൻഡിനും ഒപ്പം കെ.സി. വേണുഗോപാലിനും 8ന്റെ പണി കൊടുക്കുവാൻ വി.ഡി. സതീശൻ ക്യാമ്പ് തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങി എന്നാണ് ഇപ്പോൾ കേൾക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ പ്രധാനപ്പെട്ട തന്ത്രം. വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രതിഷേധ പ്രകടനവും ഒരു പോസ്റ്ററും ഒരു ഫ്ലെക്സും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരായി വെക്കാതെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിലേക്ക് മാറിക്കൊടുക്കുക. പക്ഷെ വി.ഡി. സതീശന്റെ കളി കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. സതീശന് വേണ്ടി സതീശന്റെ സൈലന്റ് ആർമി ഏറ്റെടുത്ത പ്രതിജ്ഞ അത് ഞെട്ടിക്കുന്നതാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. പക്ഷേ 6 മാസത്തിനപ്പുറം ഒരൊറ്റ ദിവസം പോലും അദ്ദേഹം ആ കസേരയിൽ ഇരിക്കില്ല എന്നുള്ളതാണ് ആ ക്യാമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. കഴിഞ്ഞ ദിവസം തന്നെ സതീശൻ ക്യാമ്പിൽ നിന്നും ഉയർന്നു കേട്ട പ്രധാന ശബ്ദവും അത് തന്നെയായിരുന്നു, തോൽപ്പിച്ചിരിക്കും. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏത് ഉരുക്കു കോട്ടയിൽ നിന്ന് മത്സരിച്ചാലും തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തിരിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് അവർ കൈക്കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തിനപ്പുറം കേരള രാഷ്ട്രീയം കാണുവാൻ പോകുന്നത് മാരകമായ പ്രതിസന്ധിയുടെയും പൊട്ടിത്തെറിയുടെയും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെയും കുത്തൊഴുക്ക് തന്നെയായിരിക്കും. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ MP ആയ കെ.സി. വേണുഗോപാൽ നിലവിൽ കേരളത്തിലെ ഒരു MLA അല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമസഭാംഗത്വമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ കൃത്യം 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുകയും വിജയിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്യണം. സതീശന്റെയും അനുകൂലികളുടെയും ലക്ഷ്യം കെ.സി. നേരിടുവാൻ പോകുന്ന ആ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്.
മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് KC വേണുഗോപാൽ മത്സരിക്കുവാൻ ഇറങ്ങുന്ന ആ മണ്ഡലം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തന്നെ ബലിക്കല്ലാക്കി മാറ്റുവാനാണ് സതീശൻ ക്യാമ്പ് ഇപ്പോൾ തീരുമാനമെടുത്തത്. പുറമേ നോക്കുമ്പോൾ എല്ലാം മംഗളകരമായിരിക്കും. KCക്ക് വേണ്ടി കൊടി പിടിക്കുവാനും ജയ് വിളിക്കുവാനും സതീശൻ അനുകൂലികൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. മണ്ഡലത്തിൽ ഉടനീളം കൂറ്റൻ ഫ്ലെക്സുകൾ വെക്കാനും പ്രചാരണ ജാഥകൾ നയിക്കുവാനും അവരൊപ്പമുണ്ടാവും. പാർട്ടി ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെ വിജയിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് കേരള ജനത വിശ്വസിക്കുന്ന രീതിയിൽ കളികൾ മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷേ ബൂത്ത് തലത്തിൽ ഓരോ വാർഡുകളിലും സതീശൻ അനുകൂലികൾ നിശബ്ദമായി വളരെ ആസൂത്രിതമായി പിന്നിൽ നിന്ന് കുത്തും. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ കസേര തട്ടിയെടുത്ത ആ ഡൽഹി നേതാവിനെ എന്തു വില കൊടുത്തും അവർ തോൽപ്പിക്കും. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും നിശബ്ദമായി മറുപക്ഷത്തേക്ക് മറിയും. സ്വന്തം പാർട്ടിക്കാർ തന്നെ മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുന്ന കാഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായി മാറും. അതാണ് കേരളം ഇനി കാണുവാൻ പോകുന്നത്. ഇനി അഥവാ ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എങ്കിലും അതിനുള്ള സാധ്യതകൾ തുലവും കുറവാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. KC വേണുഗോപാൽ 6 മാസത്തിനപ്പുറം നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി വന്നാൽ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള MP ആയതുകൊണ്ട് ആ സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കുമ്പോൾ ആലപ്പുഴയിൽ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അവിടെ BJP ആണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ ഞെട്ടിക്കുന്ന കഥ അത് കേരളം മറന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ KC ഒഴിഞ്ഞു പോകുന്ന സ്ഥാനത്ത് BJP വലിയ നേട്ടമുണ്ടാക്കും. അതിനുള്ള സാഹചര്യം വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും BJPക്ക് ഒരുക്കിക്കൊടുത്തു എന്നുള്ള കാരണത്താൽ വീണ്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാവും. അങ്ങനെയുള്ള ഒട്ടനവധി പ്രതിസന്ധികൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് അറിഞ്ഞിട്ടും ഹൈക്കമാൻഡ് KC വേണുഗോപാലിന് വേണ്ടി എന്തിനാണ് ഈ അടിമപ്പണി ചെയ്യുവാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് KC വേണുഗോപാലാണ്. അയാളുടെ സ്വാധീനത്തിന്റെ കീഴിലാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ. സ്വന്തം നേതാക്കളെ പാര വെച്ച് വീഴ്ത്തുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവമാണ്. കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത സാക്ഷാൽ K കരുണാകരനെയും AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും പിന്നിൽ നിന്ന് കുത്തി ചരിത്രം സൃഷ്ടിച്ച പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എവിടേക്കാണ് നീങ്ങുന്നത് എന്നോ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിച്ചു വീഴ്ത്തുവാൻ പോകുന്നത് എന്നോ ഉള്ള ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതെ, ചരിത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ പോവുകയാണ്. VD സതീശൻ അനുകൂലികൾ KCക്ക് വേണ്ടി വമ്പൻ കെണി തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ പ്രബുദ്ധരായ കേരള ജനത, രാഷ്ട്രീയ കേരളം ഇതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് CPM. ഈ അവസരം വളരെ കൃത്യമായി CPMഉം പ്രതിപക്ഷ പാർട്ടികളും മുതലെടുക്കുക തന്നെ ചെയ്യും. ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ജീർണതകളും പുഴുക്കുത്തുകളും അവർ തുറന്നു കാണിക്കും. ഇപ്പോൾ തന്നെ ഇതിനേക്കാൾ ഭേദം പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്ന് നാടൊട്ടുക്ക് ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതിയോ വികസന മുരടിപ്പോ ഒന്നുമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച വലിയ കൊടുങ്കാറ്റ്. പകരം ഒരു പിണറായി വിരുദ്ധത തന്നെയായിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ UDF പട നയിച്ചത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും അനിവാര്യമായ തിരുത്തൽ നടത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ കോൺഗ്രസ് എന്ന പ്രശ്നത്തിന് ശക്തമായിട്ടുള്ള മറുപടി നൽകുവാനും CPM എന്ന പാർട്ടിക്ക് ഇപ്പോഴും കരുത്തുണ്ട്. അവർക്ക് സുഗമമായ തിരിച്ചുവരവിനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വരുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ എന്ന മുഖ്യമന്ത്രിയെ നേരിടുവാൻ ഇടതുപക്ഷം തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും എടുത്ത് കളത്തിലിറങ്ങും. ഭരണത്തിലിരുന്ന് പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ അധികാര കൊതി അവർ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും. സതീശൻ പക്ഷത്തിന്റെ പാരവെപ്പും ഒപ്പം സിറ്റിംഗ് MLA-മാർക്ക് മുഖ്യമന്ത്രിയാകുവാൻ അവസരം നൽകാത്തതിലുള്ള താഴെത്തട്ടിലെ അസംതൃപ്തിയും ഇടതുപക്ഷത്തിന്റെ ചിട്ടയായ സംഘടനാ പ്രവർത്തനവും കൂടിയൊക്കെ ആകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ KC നിലംപരിചാകും, അല്ലെങ്കിൽ തകർത്തെറിയും. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ KCക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അപമാന ഭാരത്തോടുകൂടി പുറത്തു പോകേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടെ ഈ സർക്കാരിന്റെ ധാർമ്മിക അടിത്തറ പൂർണ്ണമായും തകരും. അപ്പോൾ തന്നെ KC വേണുഗോപാൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിക്കും ഒരു തീരുമാനമായി മാറും. പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ തകർന്നടിഞ്ഞ പാർട്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു രക്ഷകന്റെ പരിവേഷത്തോടുകൂടി വീണ്ടും VD സതീശൻ രംഗപ്രവേശം ചെയ്യും. എന്നുവെച്ചാൽ അതോടുകൂടി VD സതീശൻ സ്വപ്നം കണ്ട മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് ഒരു വഴിക്ക് എത്തിയിട്ടുണ്ടാവും. പരസ്പരം പാരവെക്കുന്ന അധികാരമോഹികളുടെ കൂടാരമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയും. സതീശൻ മുഖ്യമന്ത്രിയായാലും ആ സർക്കാരിന് സുഗമമായി പിന്നെ മുൻപോട്ട് പോകുവാൻ കഴിയില്ല.
ശക്തമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കും അവർക്കെതിരെ. വി.ഡി. സതീശൻ മുൻപോട്ട് വെച്ച പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളുടെ പേമാരിയാണ് പെയ്തിറങ്ങിയത്. ആ വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ പാലിക്കാൻ കഴിയും എന്നുള്ളത് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ചോദ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് കെ.സി. മുഖ്യമന്ത്രിയായി വന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം ഈ അഭിപ്രായങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം സതീശന്റെ പാഴ്വാക്കുകളായിരുന്നു. അതിനൊന്നും കോൺഗ്രസ് പാർട്ടി തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാൽ ആരോടും ഭരണം കിട്ടി 10 മിനിറ്റിനുള്ളിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ആരോടും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ആരോടും 25 ലക്ഷത്തിന്റെ കുടുംബ ഇൻഷുറൻസ് നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ എവിടെയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ നൽകാമെന്ന് വാഗ്ദാനവും കൊടുത്തിട്ടില്ല. അയാൾ ആരോടും ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വണ്ടി മോഡിഫൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശാവർക്കർമാർക്ക് ദിവസവേതനം 700 രൂപയാക്കാം എന്ന തീരുമാനവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നാൽ കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പ്രവാസികൾക്ക് പലതരത്തിലുള്ള 200ഓളം ആനുകൂല്യങ്ങൾ നൽകാം എന്നും വാക്കു പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഞങ്ങൾ വന്നാൽ 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാം എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. BPL കുടുംബങ്ങൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കുമെന്ന് അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. സംസ്ഥാന വ്യാപകമായി ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. റബ്ബറിന് തറവില 300 രൂപയാക്കുമെന്ന് കെ.സി. പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം മോഹന വാഗ്ദാനങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യം കെ.സിക്കില്ല. അത് പറഞ്ഞവരോട് പോയി ചോദിക്കൂ. ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞതായി കാണിച്ചു തരാമോ എന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചാൽ നാട്ടുകാർക്ക് മറുപടി ഇതില്ലാതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധിക്ക് മറുപടി പറയുവാൻ എന്തുകൊണ്ടും കെ.സി. വരുന്നത് തന്നെയാണ് നല്ലത് എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസിൽ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.